അന്ന് ആ തെറാപ്പി ചെയ്ത ശേഷം അല്ലെങ്കിൽ ആ കൗൺസിലിങ്ങിന് ചെയ്ത ശേഷമാണ് എനിക്ക് ഇത്രയും പ്രശ്നമായത്. അതിന് മുന്നേ എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ശരിക്കും ഇത്തരത്തിലുള്ള സൈക്കോ തെറാപ്പീസ് അല്ലെങ്കിൽ സ്മൃതി മെഡിറ്റേഷൻ ഒന്നും ഒരിക്കലും ഒരു രോഗത്തെ സൃഷ്ടിക്കാനുള്ള കഴിവില്ല. സ്മൃതി മെഡിറ്റേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സെൽഫ് ഹീലിംഗ് തെറാപ്പിയാണ്. ഒരു ഡോക്ടർ ഇപ്പുറത്ത് ഇരുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മൾ മരുന്ന് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തെറാപ്പി എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താലും ഇതിനൊക്കെ വിപരീതമായിട്ട് അൺറിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നമ്മളുടെ സിംറ്റംസ് കൂടുന്നതായിട്ടും കുറയുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടാവും. അത് യൂഷ്വലി ചില സിറ്റുവേഷൻസ് നമ്മൾ ട്രിഗർ ചെയ്യുമ്പോഴുള്ള നമ്മളുടെ സിംറ്റംസ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് ഈ തെറാപ്പി ഇവിടെ വർക്ക് ആവില്ല, നിങ്ങൾ മെഡിസിൻസ് എടുക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻസ് എടുക്കുക, അല്ലെങ്കിൽ മറ്റ് തെറാപ്പീസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവുക. ഒരു ഡോക്ടറും ഒരിക്കലും ഒരു രോഗിയെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അയാളെ ഒരു രോഗിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങളെ ഡോക്ടറെ ബ്ലെയിം ചെയ്യാതിരിക്കുക, കൃത്യമായിട്ടുള്ള അയാളുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക.